നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ പോർച്ചുഗൽ കൊളംബിയയോട് സമനിലയിൽ കുരുങ്ങി രക്ഷപ്പെട്ടു പോയതാണ്. ശരിക്കും കൊളംബിയ വിറപ്പിച്ചിട്ടുണ്ട് പോർച്ചുഗൽ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ നമ്മുടെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഷിയാബ് സാർ ഈ കളി എങ്ങനെയാവുമെന്ന് പറഞ്ഞോ, എക്സാക്ട്ലി അതേ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. കൃത്യമായൊരു കളി നിരീക്ഷകൻ്റെ പാഠവം നമ്മളവിടെ തിരിച്ചറിയുകയാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒട്ടും മാറ്റമില്ലാതെ കാര്യങ്ങൾ സംഭവിച്ചു. ഏതായാലും വിറപ്പിച്ചു, ശരിക്കും വിറപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടൊരു കാര്യം, റൂബൻ ഡയസിൻ്റെ ഡിഫൻസ് മികവും ഡിയേഗോ കോസ്റ്റയുടെ ഗോൾ കീപ്പിംഗ് മികവും പിന്നെ ലെക്കും എല്ലാം ചേർന്നുകൊണ്ടാണ് പോർച്ചുഗൽ തോൽക്കാതെ രക്ഷപ്പെട്ടത്. ഏതായാലും നമ്മൾ ഈ കളി ജയിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ജയിച്ചിരുന്നെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ ഒന്നാമതാവും. മുന്നോട്ടുള്ള പോക്കിൽ ക്വാർട്ടർ ഫൈനലിലൊന്ന് അർജൻറ്റീനയുമായിട്ട് ചിലപ്പോൾ കളി വരാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി എളുപ്പമായേനെ. പക്ഷേ ഇപ്പോൾ പോർച്ചുഗലിന് നല്ല ടഫാണ് കിരീടത്തിലേക്ക് പോകണമെങ്കിൽ. പോർച്ചുഗൽ കിരീടം ചൂടും എന്ന് തന്നെയാണ് ഇപ്പോഴും ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള പോർച്ചുഗലിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ആരോടൊക്കെ ഏറ്റുമുട്ടണം. റൗണ്ട് ഓഫ് 32 എതിരാളികൾ ക്രൊയേഷ്യയാണെന്ന് ഉറപ്പായല്ലോ. നമ്മൾ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജൂലൈ 3 പുലർച്ചെ 4:30 പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടുന്നത്. അത് കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16 പോർച്ചുഗലിൻ്റെ എതിരാളികളായിട്ട് ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ടീം സ്പെയിനാണ്. ക്രൊയേഷ്യക്കെതിരെ ജയിച്ചാൽ പിന്നെ സ്പെയിനോട് മുട്ടണം. സ്പെയിന് മുന്നോട്ട് കയറുമെന്ന ഒരു ഊഹത്തിലാണല്ലോ നമ്മൾ ഇത്തരം പ്രഡിക്ഷനുകളൊക്കെ നടത്താറുള്ളത്. എന്തായാലും റൗണ്ട് ഓഫ് 16 സ്പെയിൻ വന്നാൽ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം അല്ലെങ്കിൽ USA വരാനുള്ള സാധ്യതയാണ്. രണ്ട് ടീം ഇപ്പോൾ മികച്ച രൂപത്തിൽ കളിക്കുന്നവരാണ്. അതുകൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ ഒന്നുകിൽ ബെൽജിയം അല്ലെങ്കിൽ USA വരും. അത് കഴിഞ്ഞ് സെമി ഫൈനലിലേക്ക് ഫ്രാൻസ് എത്തും. ഫ്രാൻസിനോട് മുട്ടേണ്ടി വരും സെമി ഫൈനലിൽ. ഇനി ഫ്രാൻസിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തി പോർച്ചുഗൽ ഫൈനലിലേക്ക് കയറി എന്ന് വെച്ചോ, ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ അർജൻറ്റീനയാവാം, അല്ലെങ്കിൽ ബ്രസീലാവാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആവാം. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ആരാധകർ ആഗ്രഹിക്കുന്ന ഡ്രീം ഫൈനൽ സംഭവിക്കുന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ ഫൈനൽ വന്നാൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.